Don't come to Australia if you want to be on welfare. Don't come here on a visa if you just want to be on welfare. And secondly, if you want to have the benefits of citizenship, you should become a citizen. ഈ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയൻ പാർലമെന്റിൽ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച ശക്തമായ ചില തീരുമാനങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധേയമായ ഒരു കാര്യം. അത് മറ്റൊന്നുമല്ല, ഇവിടെയുള്ള ഓസ്ട്രേലിയൻ പൗരന്മാർക്ക് മാത്രമായിരിക്കണം ഇവിടുത്തെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനുള്ള അവകാശം. അല്ലാതെ മൈഗ്രൻ്റ് ആയിട്ട് വരുന്ന, റെഫ്യൂജികളായിട്ട് വരുന്ന, ഈവൻ PR ആയിട്ടുള്ള ആളുകൾക്ക് അവകാശപ്പെട്ടതല്ല. അത് മാറ്റി ഗവൺമെന്റ് പുനഃപരിശോധിച്ചുകൊണ്ട് ഇവിടുത്തെ പൗരന്മാർക്ക് മാത്രമായിരിക്കണം ഇവിടുത്തെ ഗവൺമെന്റിന്റെ വെൽഫെയർ ആനുകൂല്യങ്ങൾ എന്നതായിരുന്നു പ്രതിപക്ഷ പാർട്ടിയുടെ ശക്തമായിട്ടുള്ള വാദമെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഓസ്ട്രേലിയയുടെ നിയമം അനുസരിച്ച് അത് ഏതാണ്ട് മറ്റുള്ള എല്ലാ യൂറോപ്പ് രാജ്യങ്ങൾ പോലെ തന്നെ അവിടുത്തെ PR-ഉം പൗരന്മാരുടെ ആയിട്ടുള്ള ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അവരുടെ വോട്ടവകാശമാണ്. അതൊഴികെ ബാക്കിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും പൗരന്മാർക്കും അവിടെയുള്ള PR എടുത്തിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ചില വിസ കാറ്റഗറി ഉള്ള ആളുകൾക്കും റെഫ്യൂജികൾക്കും എല്ലാം തന്നെ അവിടുത്തെ ഗവൺമെന്റ് നൽകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അതിനെതിരെയാണ് അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള പല മേഖലകളിൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന് വലിയ സമ്മർദ്ദമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവിടെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ മറ്റുള്ള യൂറോപ്പ് രാജ്യങ്ങളിലും കാനഡ ഉൾപ്പെടെ അത് അത്യാവശ്യമായിട്ട് നടപ്പാക്കേണ്ട ഒരു കാര്യമാണെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യത്തുനിന്ന് വരുന്ന ആളുകൾ അവരുടെ ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത്, അവരുടെ പൗരത്വം കളയാൻ മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ തന്നെ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിക്കൊണ്ട് അവർ സുഖമായി ജീവിക്കുകയാണ്. അതിൽ ഡിസബിലിറ്റി ഇൻഷുറൻസ്, ജോബ് സീക്കേഴ്സ്, യൂത്ത് അലവൻസ്, ഫാമിലി ടാക്സ് ബെനിഫിറ്റ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി ഏതാണ്ട് 17 വെൽഫെയർ ആനുകൂല്യങ്ങളാണ് ഓസ്ട്രേലിയയിൽ ഈ പറഞ്ഞ PR, റെഫ്യൂജി സ്റ്റാറ്റസിലുള്ള ആളുകളൊക്കെയും കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് എത്രയും വേഗം നിർത്തലാക്കിക്കൊണ്ട് അത് പൗരന്മാരിലേക്ക് മാത്രം ചുരുങ്ങണം. ഏതൊരു രാജ്യവും ആ രാജ്യത്തിന്റെ വെൽഫെയർ ആനുകൂല്യങ്ങൾ അവരുടെ പൗരന്മാർക്കുള്ളതാണ്. അല്ലാതെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ഏതൊരു ആൾക്കാർക്കും കൈപ്പറ്റേണ്ടതല്ല എന്നുള്ള ഒരു വിമർശനപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് അവിടെയുള്ള ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടിയെ വളരെയധികം സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. എന്നിരുന്നാലും നിലവിൽ ഇന്ത്യയിൽ നിന്നുൾപ്പെടെ നിരവധി രാജ്യത്തു നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വന്ന് അവിടെ പാർക്കുന്നത്. അത് പെട്ടെന്നൊരു തീരുമാനം അത് എടുക്കുക എന്ന് പറയുന്നത് നിലവിലെ റൂളിംഗ് പാർട്ടികൾക്ക് അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അവരതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒപ്പോസിഷൻ പാർട്ടികൾ പറയുന്നുണ്ട്, നിങ്ങൾ എത്രയും വേഗം അത് നടപ്പാക്കുക. ഇൻ കേസ് നിങ്ങൾക്കത് നിലവിലുള്ള അല്ലെങ്കിൽ നിലവിൽ അവിടെ വന്നിരിക്കുന്ന ആളുകൾ, നിലവിൽ PR ഉള്ള ആളുകൾ, അവരെ ബുദ്ധിമുട്ടിക്കണം എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇനിയും മുതലുള്ള ന്യൂ ഇമിഗ്രൻ്റ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും അണ്ടിൽ അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കുന്നിടം വരെയുള്ള കാലയളവിൽ ഒരു ആനുകൂല്യങ്ങളും ഓസ്ട്രേലിയയിൽ നൽകാൻ പറ്റത്തില്ലെന്നുള്ള ഒരു കർശന നിയമം കൊണ്ടുവരണമെന്ന് തന്നെയാണ് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. ഈ ഒരു കാര്യം കാനഡയിലും വരിക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാനൂടെ പറ്റത്തില്ല. ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ രാജ്യത്തും വന്നിരിക്കുന്നത് ഏതാണ്ട് ഓസ്ട്രേലിയയും കാനഡയൊക്കെ ഒരേ ഇതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. ഇവിടെ എത്രയോ ആളുകളാണ് PR-ഉം റെഫ്യൂജി സ്റ്റാറ്റസിലും ഒക്കെയുള്ള എത്രയോ ആളുകളാണ് ഇവിടുത്തെ ഗവൺമെന്റിന്റെ എല്ലാവിധമായിട്ടുള്ള വെൽഫെയർ ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്നത്. ഒരുപക്ഷെ നാളെ ഈ രാജ്യത്തും അങ്ങനെ ഒരു നിയമം നടപ്പിലാക്കേണ്ടി വന്നാൽ പിന്നെ എന്തിനാണ് ഈ രാജ്യത്ത് നിൽക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം എല്ലാവരിലേക്കും വരും. അതുമാത്രമല്ല, അങ്ങനെ ഒരു നിയമം ഓസ്ട്രേലിയ കൊണ്ടുവരുന്നതും ഇത് നിമിത്തം അവരുടെ രാജ്യം വിട്ട് തിരിച്ച് വന്ന നാട്ടിലേക്ക് തന്നെ പല ആൾക്കാരും പോകണം. അവിടുത്തെ പോപ്പുലേഷൻ കുറയ്ക്കണം. അവിടെയുള്ള സ്വദേശികൾക്ക് ഇപ്പോൾ ജോലി സാധ്യതകളില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത് നടപ്പാക്കണമെങ്കിൽ ഒരേ ഒരു വഴി അവിടെയുള്ള ആനുകൂല്യങ്ങളെ നിർത്തലാക്കുക. ഇത് തന്നെ മറ്റുള്ള യൂറോപ്പ് രാജ്യങ്ങളും നടപ്പിലാക്കിയാൽ അല്ലെങ്കിൽ നടപ്പിലാക്കണം എന്നൊരു തീരുമാനം മുന്നോട്ട് വന്നാൽ നമ്മുടെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള അനേക ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ, ഭാവിയെ ബാധിക്കും. പിന്നെ തിരിച്ചൊരു യാത്രയല്ലാതെ മുന്നിൽ മറ്റൊരു വഴിയില്ല.
This is about sending a message to future migrants that is twofold. One, don't come to Australia if you want to be on welfare. Don't come here on a visa if you just want to be on welfare. And secondly, if you want to have the benefits of citizenship, you should become a citizen. So yes, I'm very comfortable with the policy. I think it's very much in line with how most Australians would think the system already operates. I think a lot of Australians will be shocked to know that non-citizens, this government thinks that it's okay to give taxpayers' money to non-citizens to become first-time buyers in Australia. Thousands of people, in fact, who are not Australian citizens have been given taxpayers' money by this government to buy a first home. Now, we think that there are too many migrants coming to Australia right now, and that is squeezing out Australian first-time buyers, but is even worse that they're being subsidised by our taxes to do so. And that's something this government can explain and defend if they like. But we think that benefits like that should be quarantined to Australian citizens. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ, ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി, പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും നമുക്ക് കാണാം. ജോയ്, ബൈ.